ആര് ഇഡിന്റെ കാര്യം കൊണ്ടുണ്ടാ കൂലിക്ക് പണിയെടുക്കുന്നല്ലേ? അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കുണ്ടാ വലിയ വിശ്വാസമാണ്? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇഡി. ഇഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യും. അത് ആരായാലും എല്ലാവരും ലക്ഷ്യം വെക്കാലോ. ആരെ ലക്ഷ്യം വെച്ചുകൂടാതെ? രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. ആ ലക്ഷ്യം വെക്കുന്നത് ആരാണ് എന്നുള്ളതാ ചോദ്യം. ആരാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം. ആരാ? ഓർമ്മയില്ലേ? ആരാ? കൂലിക്ക് പണിയെടുക്കുകയാണ്. അതാണ്, കൂലിപ്പണിയാണ്. BJPക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാത്തതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ടല്ലോ വി ഡി സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടിയും പ്രസ്ഥാനവും ജനങ്ങളും അല്ല കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. സമാധാനിപ്പിക്കാൻ കൂടിയാണെന്ന് അത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു. സതീശൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാതെന്ന്. അപ്പോൾ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരിക. അപ്പോൾ അതാരെ സമാധാനിപ്പിക്കാനാ? വരട്ടെ, അതും വരട്ടെ. കേസ് അല്ലേ വരാൻ പോകുന്നത്. അന്വേഷിക്കട്ടെ. അല്ല, ഇത് അസംബ്ലിയിൽ തന്നെ ഉന്നയിച്ചതാണല്ലോ. ഇത് സെൻട്രൽ ഏജൻസികളെ എല്ലാ കാലത്തും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ സെൻട്രൽ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്നാണ് ഞങ്ങൾ ഇതേവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയില്ല, പണം ഉണ്ടാക്കാൻ, കട്ട് മുടിക്കാൻ കോടാനുകോടി ഉറപ്പിക്കുക. ഒന്നും മിണ്ടാട്ട്. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. എന്ത് കിട്ടേണ്ടതാ? കള്ളപ്പണക്കാരൻ്റെ, കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയാണ്. ഗുണ്ടാ പിരിവാണ് BJP നടത്തിയത്. ഗുണ്ടാ പിരിവ്. ആ ഗുണ്ടാ പിരിവ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ, ഇത്രയും കോടി ഉറപ്പിക. എത്ര? 8251 കോടി. ചെറിയ ഗുണ്ടാ പിരിവല്ല. നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ പറ്റി പിരിക്കുമ്പോൾ ഒരു 1000, 2000, 1 ലക്ഷമൊക്കെയാണ് പിരിക്കുക. ഇത് 8251 കോടി ഉറപ്പിക ഗുണ്ടാ പിരിവ് പോലെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കേസ് എടുക്കുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കേസ് എടുപ്പിച്ച്, എന്നിട്ട് അതിന്റെ പെനാൽറ്റി ആയിട്ട് ആയിരക്കണക്കിന് കോടി ഉറപ്പിക സനിയോ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക. മാന്യത നടിച്ച് നടക്കുകയാണ് കോൺഗ്രസും BJP എല്ലാം. അതിലൊന്നാം പ്രതി BJP തന്നെയാണ്. അതിനൊപ്പം BJPയുടെ ഒപ്പം കോൺഗ്രസ് ഉണ്ടെന്ന് മാത്രമേ.